കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി അണ്ണൻ റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് എടുത്ത് ഉന്തി മാറ്റിയിട്ട് നാക്കുകൊണ്ട് ഒരു കലിപ്പ് ആറ്റിറ്റ്യൂഡ് ഇട്ടത് നമ്മൾ കണ്ടതാണ്. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം. ഈ വെള്ളാപ്പള്ളി പറയുന്ന ചില മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ അത് കുറച്ചു കാലമായിട്ട് CPM-ന് ചുമക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല, വെള്ളാപ്പള്ളി ഒരു മൂലക്കിരുന്നിട്ട് പിണറായി വിജയനെ പൊക്കിയടിക്കും. എന്നിട്ട് ആ സെയിം സ്ഥലത്ത് സെയിം വീഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ പറ്റി ഒരുപാട് കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ മതിലിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ CPM-നും പിണറായി വിജയനും വെള്ളാപ്പള്ളിയെ തുപ്പിക്കളയാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇയാളുടെ വർഗീയ പരാമർശം കാണുമ്പോഴത്തേക്കും അങ്ങെടുത്ത് ഒക്കത്ത് വെക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഒടുവിൽ മൗനം വെടിഞ്ഞ് നമ്മുടെ അണ്ണൻ അവതരിച്ചിരിക്കുകയാണ്. ആരാണ്? നമ്മുടെ ഗോവിന്ദൻ മാഷ് വന്നിട്ട് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് കൃത്യമായിട്ട്, അത് പുള്ളി അങ്ങനെ പറയുന്ന എല്ലാ പരാമർശങ്ങളെയും പുള്ളിയുടെ വർഗീയതയെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി ലാസ്റ്റ് ദിവസം ഈ റിപ്പോർട്ടർ ചാനലിന്റെ ആ മൈക്കൊക്കെ ഉന്തിക്കളഞ്ഞ ആ ഒരു ദിവസം ഒരു പരാമർശം കൂടെ വേറെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കൂടെ നിന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ CPM-ന്റെ കൂടെ നിന്നിട്ട് നൈസായിട്ട് 17 സീറ്റുള്ള CPI-യെ അങ്ങ് പുള്ളി എന്ത് ചെയ്ത് നൈസായിട്ടൊരു ചാമ്പങ്ങ് ചാമ്പി. ഞാൻ എൻ്റെ ഒരു പോസ്റ്റർ വെക്കുന്നുണ്ട്. CPI ചതിയൻ ചന്തു 10 വർഷം കൂടെ നടന്നിട്ട് മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞു. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ അവരുടെ സീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 17 സീറ്റ് CPI-യുടെ സീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആകെ 99 സീറ്റാണ് LDF സർക്കാരിനുള്ളതെങ്കിൽ അതിൽ 17 സീറ്റ് CPI-യുടെ സീറ്റാണ്. അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷന് CPM-ഉം CPI-യും കൂടെ തെറ്റിക്കഴിഞ്ഞാൽ തുലാസിലാവും. കാരണം കോൺഗ്രസ് എന്തായാലും 100 സീറ്റൊന്നും പിടിക്കാൻ പോകുന്നില്ല. ഒരു 75-85 ആ ഒരു റേഞ്ചിലായിരിക്കും ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ UDF-ന് ഒരു സീറ്റ് കിട്ടുക. അപ്പോൾ നേരെ CPI ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ഭരണമൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും CPI നൈസായിട്ട് വെള്ളാപ്പള്ളി ഒന്ന് തട്ടി അങ്ങ് പുറത്തോട്ടിട്ട് കളഞ്ഞിട്ട് CPI-യും CPM-ഉം കൂടെ അടി ഉണ്ടായി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ LDF സർക്കാരിനെ നന്നായിട്ട് ബാധിക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ LDF സർക്കാരിന് കിട്ടിയേക്കുന്നൊരു മാൻഡ്രേക്ക് അല്ലെങ്കിൽ BJP-ക്കാർ ഈ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി പറഞ്ഞയച്ചേക്കുകയാണ്. വെള്ളാപ്പള്ളി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സത്യം പറഞ്ഞാൽ LDF സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും കുളം തോണ്ടി മുടിപ്പിക്കാനായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഇതുവരെ പിണറായി വിജയനും LDF സർക്കാരിനും മനസ്സിലായിട്ടില്ലേ, CPM-നും മനസ്സിലായിട്ടില്ലെന്ന് മാത്രമാണ് എനിക്കറിയാത്ത കാര്യം. ഞാൻ എന്തായാലും ബിനോയ് വിശ്വം ഇതിനെതിരെ ഓപ്പോസിറ്റ് അടിച്ച ഒരു തഗ്ഗുണ്ട്. LDF-ന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇടതുമുന്നണിയുടെ മുഖം വെള്ളാപ്പള്ളി അല്ല. മറുപടിയുമായിട്ട് ബിനോയ് വിശ്വം, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ച് അടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വെക്കാം. ഈ വീഡിയോ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞ വർഗീയ പരാമർശമുണ്ട്. എനിക്കൊന്നും കുറേ ആൾക്കാർക്ക് അത് അറിയില്ല. ഈ മലപ്പുറത്തെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും വെള്ളാപ്പള്ളി എന്താണെന്ന് പറഞ്ഞെന്നുള്ളത് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാളൊരു ചായക്കട തോന്നിരിക്കാൻ ഹിന്ദുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ? ഓക്കെ, നിങ്ങളിത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളെ പറ്റി അടച്ചാക്ഷേപിക്കുമ്പോഴത്തേക്കും ഇത് ഏത് സ്ഥലത്താണ് അങ്ങനെ മറ്റുള്ള മതക്കാർക്ക് അല്ലെങ്കിൽ ഒരു അവധി ദിവസം വരികയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ചടങ്ങ് വരികയാണെങ്കിൽ വേറെ കടകളൊക്കെ അടച്ചിട്ട് അങ്ങ് നിർബന്ധിച്ച് മുസ്ലിങ്ങൾ അങ്ങ് കയറ്റി കടയൊക്കെ അടപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയാണ്. എനിക്കറിങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ താമസിക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ക്രിസ്ത്യാനികൾ കട തുറക്കത്തില്ലായിരിക്കാം. ഇപ്പം മുസ്ലിംസിന് അവരുടെ ഒരു ഡേ വരുമ്പോഴത്തേക്കും അവർ കട തുറക്കത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആൾക്കാർ കട തുറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ എന്തായാലും ഇല്ല. അപ്പോൾ വെള്ളാപ്പള്ളി ഇതേപോലെ ഇപ്പോൾ ലാസ്റ്റ് വന്ന് സംസാരിച്ചാണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണ്. മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് മലപ്പുറം, വയനാട്, കാസർഗോഡ് SNDP-യുടെ വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ല. അതിന് സ്ഥലം ഉണ്ടെങ്കിൽ കൂടിയും അവിടെ വെക്കാനായിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ലാസ്റ്റ് അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത്. CPI-നെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, CPI-നെ കൂടെ നൈസായിട്ട്
നടന്നു പോകുമ്പോഴത്തേക്ക് എന്തായാലും വലിയൊരു കുളമുണ്ട്, അപ്പുറത്ത് അല്ലെങ്കിൽ വലിയൊരു കൊക്കയുണ്ട്. ആ കൊക്കയിലേക്ക് ഇപ്പോൾ സി പി ഐനെ തള്ളിയിടുന്നൊരു രീതിയാണ് വെള്ളാപ്പള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും വെള്ളാപ്പള്ളിയുടെയും ആ വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയ പരാമർശത്തിനും ബിനോയ് വിശ്വം കൊടുത്ത മറുപടിയും രണ്ടും ഒന്ന് പ്ലേ ചെയ്യാം. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അങ്ങനെ ചതിയും ചതുവാനാണ് ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. ഒന്നിച്ച് നിന്ന് ഇതുവരെ 10 കൊല്ലം സൂക്ഷിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവെന്നതെന്താ? മാന്യമല്ല, മര്യാദയല്ല. LDF ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീരെ ചെയ്തില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചെയ്തു. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും ചന്തോ പരാമർശമൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെള്ളാപ്പള്ളി അടിച്ചൊരു ഒരു ഐഡിയ നിങ്ങൾ കേട്ടോ. പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: 10 വർഷം നിന്ന് സൂചിച്ചിട്ട്, ഒരുമിച്ച് നിന്ന് സൂചിച്ചിട്ട് ഇപ്പോൾ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെള്ളാപ്പള്ളി എന്തിനാ തള്ളി പറഞ്ഞ CPI? വേറൊന്നുമല്ല, മുഖ്യമന്ത്രി അവിടെ അയ്യപ്പ സംഗമം വെച്ചപ്പോഴത്തേക്കും പിണറായി വിജയൻ എന്ത് ചെയ്തു? ആ അയ്യപ്പ സംഗമത്തിന്റെ പരിപാടിയിൽ വെള്ളാപ്പള്ളിയായിട്ട് ഒരുമിച്ചൊരു കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വെള്ളാപ്പള്ളിയെ ചുമക്കേണ്ട ഒരു ഗതികേട് CPIM-നും മുഖ്യമന്ത്രിക്കും വരുന്നുണ്ട്. അപ്പോൾ CPIക്ക് ആ ഒരു നിലപാടില്ല. അതുകൊണ്ടാണ് CPI അതിനെ തള്ളിപ്പറയുകയും ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നതനുസരിച്ചിട്ട് സുഖിച്ചല്ലോ, ഒരുമിച്ച് നിന്ന് സുഖിച്ചല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് നിന്ന് സുഖിച്ചല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ CPIയും സുഖിച്ചു, CPM-ഉം സുഖിച്ചു എന്നാണ് വെള്ളാപ്പള്ളി പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ CPIM-ന്റെ കൂടെ CPM-ന്റെ കൂടെ അയച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടത് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അത് BJP ആണ്, അല്ലെങ്കിൽ BJPയുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയാണത്. കാരണം BJPക്ക് രാഷ്ട്രീയപരമായിട്ട് LDF-നെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഒതുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ടൂളിലൊന്നാണ് ഈ വെള്ളാപ്പള്ളി. കാരണം വെള്ളാപ്പള്ളി നിൽക്കുമ്പോഴത്തേക്കും CPM-ന് ധാരണയുണ്ടാവും, വെള്ളാപ്പള്ളിയുടെ ആ ഒരു ഈഴവ വോട്ട് മൊത്തം ആർക്ക് കിട്ടും? കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടും. അപ്പോൾ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ഗുണം ചെയ്യും. ആ വെള്ളാപ്പള്ളി ഈ ഒരു ഡീല് മുന്നോട്ട് വെച്ചിട്ട് പുള്ളി നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? CPM-നെ വെട്ടിലാക്കുന്ന രീതിയിൽ ഉള്ള വർഗീയ പരാമർശങ്ങൾ വെച്ചങ്ങ് കാച്ചുക. ഈ വർഗീയ പരാമർശങ്ങൾ അവർക്ക് എതിർക്കാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ CPM-ന് ഈ വർഗീയ പരാമർശങ്ങൾ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളാപ്പള്ളിയെ കൂടെ ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വെള്ളാപ്പള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞ പ്രസ്താവനയുണ്ട്, ഞാൻ അതുകൂടെ വെക്കാവേ. ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPIയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കുക ഉത്തരം പറയുക. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം. ഇവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞത് വളരെ പക്ക വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എനിക്ക് ഗോവിന്ദ മാഷ് ഈ ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയ പരാമർശങ്ങളോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്തല്ലല്ലോ, അത് എപ്പോഴും സ്വർണ്ണക്കടത്ത്, നമ്മുടെ അയ്യപ്പൻ്റെ സഖാക്കന്മാർ സ്വർണ്ണക്കട്ട് കൊണ്ടുപോയ കേസുണ്ടല്ലോ, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കള്ളന്മാരെ വാസുവിനെയും പത്മകുമാറിനെയൊക്കെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന കണ്ട് നമുക്ക് ചിരി വരും. പക്ഷേ ഈ വിഷയത്തിൽ പുള്ളിയുടെ സ്റ്റണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളോട് അവർക്ക് ഒരു താല്പര്യമില്ല. കാരണം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും CPM-ന് ഇല്ല. മാത്രമല്ല CPI-CPM ബന്ധമാണ് ഏറ്റവും വലുത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ, വെള്ളാപ്പള്ളി ഈ CPM-ലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. നിങ്ങളത് എഴുതി വെച്ചു. 2026 ഇലക്ഷനിൽ ഇതേ വെള്ളാപ്പള്ളി CPM-നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2031 അല്ലെങ്കിൽ 36 ഇത് നേരെ തിരിഞ്ഞ് പുള്ളി BJP-യോടെ പോയി നിൽക്കും. അതായത് ആ സമയത്തിനുള്ളിൽ ഒരു 5-10 വർഷത്തിനുള്ളിൽ പുള്ളി ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ CPM-നെ ഇല്ലാണ്ടാക്കാം. കാരണം പുള്ളി വന്ന് വർഗീയ പരാമർശങ്ങൾ വെച്ചങ്ങോട്ട് കാച്ചും. ഉള്ളതിനും ഇല്ലാത്തതിനകത്തൊക്കെ നമ്മുടെ കുറേ ആൾക്കാർ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ എന്ത് ചെയ്യും? അങ്ങ് താങ്ങി എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും.
പിണറായി വിജയൻ ആയിക്കോട്ടെ, CPM സർക്കാർ ആയിക്കോട്ടെ, LDF സർക്കാർ ആയിക്കോട്ടെ, ഉള്ള വെള്ളാപ്പള്ളി പറയുന്നതിനൊക്കെ കൊട പിടിച്ച് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും ലാസ്റ്റ് ഇയാൾ കുട്ടിച്ചോറാക്കുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ പോലെ മുച്ചോട് മുച്ചു മുടിക്കാനായിട്ട്, LDFനെ മുച്ചോട് മുച്ചു മുടിക്കാനായിട്ട് പറ്റിയ വേറൊരു ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇത് പിണറായി വിജയന് അറിയാത്ത കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പിണറായി വിജയൻ പണ്ട് ഡൽഹി വെച്ച് പറഞ്ഞ പരാമർശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ഇതേ സ്റ്റേറ്റ്മെന്റ് ഇപ്പം എന്താണോ വെള്ളാപ്പള്ളി പറയുന്നത് അതേ സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ആവർത്തിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുള്ളിയും കൂടെ ഈ പരാമർശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട വോട്ട് കൂടെ പോയി കിട്ടും. അപ്പോൾ വെള്ളാപ്പള്ളി വരുമ്പോഴത്തേക്കും കുറച്ച് വോട്ട്, വെള്ളാപ്പള്ളിയുടെ ഒരു SNDP വോട്ട് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളതായിരിക്കും പിണറായി വിജയന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ വെള്ളാപ്പള്ളി അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർഗീയ പരാമർശങ്ങൾ അടിച്ച് കൂട്ടുന്നുമുണ്ട്. എനിവേ ബിനോയ് വിശ്വം അല്ലാന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷെങ്കിലും ഒടുവിൽ വാ തുറന്ന് ഒന്ന് പറഞ്ഞല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ വാ തുറക്കൂല, കാരണം വോട്ടാണ് മുഖ്യം. ഗോവിന്ദൻ മാഷ് നൈസായിട്ട് ഇടക്ക് വെച്ചിട്ട് വെള്ളാപ്പള്ളി അങ്ങനെ പലതും പറയും, ഞങ്ങൾ വെള്ളാപ്പള്ളിയുടെ ആൾക്കാരല്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പൂർണ്ണമായിട്ട് നമ്മളങ്ങ് സ്വീകരിച്ചിട്ടില്ല എന്ന് ഗോവിന്ദൻ മാഷ് ഇടക്കൂടെ പറഞ്ഞാലും മുഖ്യമന്ത്രി നാളെ വന്നിട്ട് അത് ഗോവിന്ദൻ മാഷിന്റെ നാക്കുപിഴയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്രശ്നം തീരും. കാരണം ലാസ്റ്റ് CPMന്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, അല്ലാണ്ട് ഗോവിന്ദൻ മാഷിന് അവിടെ എന്ത് കാര്യം ഇരിക്കുന്നു. ഗോവിന്ദൻ മാഷിനും എത്രയോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ വന്നിട്ട് എന്ത് ചെയ്തു, അത് തിരുത്തി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഗോവിന്ദൻ മാഷിന്റെ സ്റ്റേറ്റ്മെന്റിന് CPMനിടയിൽ വലിയ സ്ഥായി ഒന്നും ഉണ്ടാവത്തില്ല, അതങ്ങ് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. എനിവേ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നോർത്തിട്ടാണ്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ പുള്ളി അവസാനിപ്പിച്ചു എന്നൊന്നും ചിന്തിച്ചു കൂട്ടരുത്. പുള്ളി ഇനിയും പറയും. കാരണം പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വർഗീയ പരാമർശങ്ങളോ മുസ്ലിങ്ങളൊന്നും അല്ല. പുള്ളിയുടെ ടാർഗറ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, CPMന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. മിഷൻ CPM വാനിഷ്, അതാണ് പുള്ളി ഏറ്റെടുത്തിരിക്കുന്ന പരിപാടി. പുള്ളി അത് നടത്തിയെടുക്കും.